ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹെയർസിനെ കുറിച്ച് തന്നെയാണ്. മലപ്പുറത്തിന്റെ മുത്തായ അനീസ് ബാബുവിന്റെ വളരെ രോമാഞ്ചം ഉളവാക്കുന്ന ഒരു വാക്കുകൾ രാവിലെ കേൾക്കാനിടയായി. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹം പറയുന്നത്, പ്രതാപൻ സാറ് തൊഴിലാളികളെ മുതലാളിമാരാക്കാൻ വേണ്ടി, കോടിപതികളാക്കാൻ വേണ്ടി പ്രതാപൻ സാറുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ് നമ്മുടെ ഹൈറിച്ചി എന്നാണ്. എല്ലാവരും തൊഴിലാളികളായി ജനിച്ചു മരിക്കാനല്ല, എല്ലാവരും മുതലാളിമാരായിട്ട് ഇങ്ങനെ ലോകം വളരെ സുന്ദരമായിട്ട് സാമ്പത്തിക സുരക്ഷിതത്വത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രതാപൻ സാർ കണ്ടുപിടിച്ച ഒന്നാണ് ഹൈറിച്ചി എന്നാണ് അനീസ് ബാബു സാർ പറയുന്നത്. അനീസ് ബാബു സാറുടെ ഒരു പ്രസക്തമായ അനീസ് ബാബു സാറിൻ്റെ ആ ധൈര്യം നോക്കണേ. അനീസ് ബാബു സാർ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിക്ക് 90 രൂപ 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 90 രൂപയും തിരിച്ചു കൊടുത്ത കമ്പനിയാണ് ഹൈറിച്ചി എന്നാണ് പറയുന്നത്. ഈ ധൈര്യം വേറെ ആർക്കുണ്ട്? കമ്പനിക്ക് 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 90 രൂപയും തിരിച്ചു കൊടുത്ത കമ്പനിയാണ് ഹൈറിച്ചി. ഇതാരാണ് പറഞ്ഞത്? അനീസ് ബാബു ആണ് പറഞ്ഞത്. അനീസ് ബാബു ആണ് അനീസ് ബാബു ആണ് പറഞ്ഞിരിക്കുന്നത്. അനീസ് ബാബു അങ്ങനെയാണെങ്കിൽ 212 കോടി രൂപ 10%, വെറും 10%മാണ് ഈ 212 കോടി രൂപ. അപ്പോൾ ബാക്കി വന്ന 90% എന്ന് പറയുന്ന 1908 കോടി എവിടെ അനീസ് ബാബു? അതാണ് ചോദ്യം. 10%, വെറും 10% 212 കോടിയാണെങ്കിൽ ബാക്കി വന്ന 1908 രൂപ, 1908 കോടി രൂപയല്ല, കോടി, 1908 കോടി എവിടെ ഉണ്ടോ? ഇവിടെ 1908 കോടിപതികളെ ഹൈറിച്ചി ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടോ? 10,000 ആൾക്കാരെ നെഞ്ഞത്തടിച്ച് വീടും കുടിയും നഷ്ടപ്പെടാൻ കിടക്കുകയാണ്. അവർ ജപ്തി നാളേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. 18 പേർക്ക് വീതം വപ്പാണ് ഹൈറിച്ചി എന്ന് ഇനിയും അറിയില്ല. എന്നിട്ടും ഇവർ പറയും നമ്മളും വയ്ക്കുന്നത് ചോറ് തന്നെയാണ്. അതാണ് എനിക്ക് പിടിച്ചുവിടാത്തത്. ഇതുവരെ യുവന്മാർക്ക് മനസ്സിലായിട്ടില്ല ഇത് മണീച്ചനാണെന്ന്. എന്നിട്ട് യുവന്മാരൊരു ഡയലോഗ്, നമ്മളും വയ്ക്കുന്നത് ചോറ് തന്നെയാണെന്ന്. എന്താ പറയുന്നതിനൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ചോറ് വയ്ക്കുന്നവരെ അപമാനിക്കലല്ലേ? ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അനീസ് ബാബു? എന്തായാലും നിന്റെ ധൈര്യം ഭയങ്കരം തന്നെ. നീ തുറന്ന് സമ്മതിച്ചു ഇത് മണീച്ചനാണ്. 10% മാത്രമേ കമ്പനി എടുക്കുന്നുള്ളൂ, ബാക്കി 90% മണി റൊട്ടേഷനാണ് ചെയ്യുന്നത്. എന്തായാലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള യാതൊരു പ്രൊഡക്റ്റോ ഒന്നുമില്ല എന്ന് നമ്മുടെ അയ്യൂബ് ഖാനും പറഞ്ഞിരുന്നു. അയ്യൂബ് ഖാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, 3600 കോടി ജനങ്ങളുടെ കഫം അടിച്ചു മാറ്റിയ കമ്പനിക്ക് പ്രൊജക്റ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവരുടെ കമ്പനിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കൂ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് സ്റ്റാറ്റസിൽ. അപ്പോൾ 1908 കോടിപതികൾ എവിടെ? 212 കോടി കമ്പനി ഉണ്ടാക്കുമ്പോൾ 1908 കോടി രൂപ ഇവിടെ ഉണ്ടായിരിക്കണം. ഈ ലീഡർമാർ 200-ഓളം വരുന്ന കോടിപതികളായ ലീഡർമാരല്ലാതെ ബാക്കി എവിടെ? 3600 കോടി എവിടെ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്? എവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്? ഏത് പെട്ടിയിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത്? ഏത് പത്തായത്തിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ കണക്കുകളൊക്കെ ഇഡിയുടെ കയ്യിലും കേരള പോലീസിൻ്റെ കയ്യിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അനീസ് ബാബു എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരുപാട് ലക്ഷങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരായിരിക്കാം. അതുകൊണ്ടാണ് ഇതുപോലെ ഒരുപാട് ആൾക്കാർ പാവങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവും, പാവങ്ങളുടെ കഫം തിന്നിട്ടുണ്ടാവും. തൊഴിലുറപ്പുകാരെയും കുടുംബശ്രീയിൽ പണിയെടുക്കുന്നവരെയും വീട്ടമ്മമാരെയും ഗൾഫിൽ നിന്ന് ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പണം ഇവനെപ്പോലെയുള്ള ആൾക്കാരുടെ വാഗ്ദാനങ്ങളിൽപ്പെട്ട് അവരൊക്കെ ഇവൻ്റെ ഇതിലേക്ക് തള്ളിക്കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് അവരൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാടാണ് ഇവനെ പോലെയുള്ള ആൾക്കാർ ചെയ്തു കൂട്ടുന്നത്.
എന്തായാലും 90 രൂപയും തിരിച്ചു കൊടുത്ത കമ്പനി മണി ചെയിനല്ലാതെ എന്താണ് പ്രോഫിറ്റ് ഉണ്ടായിട്ടില്ല. പ്രോഫിറ്റ് നഷ്ടമാണ്, ബാലൻസ് ഷീറ്റ് നഷ്ടമാണ്. അപ്പോൾ പ്രോഫിറ്റ് ഇല്ല, കിട്ടിയ പണം തിരിച്ചു കൊടുത്തു. മണി ചെയിനാണ് ചെയ്തത്. അങ്ങനെയാണ് ഇവിടെ 10,000-കണക്കിന് ആൾക്കാർ വഴിയാധാരമായിരിക്കുന്നത്. എത്രയാളുടെ ജപ്തി ഇതിനകം കഴിഞ്ഞു. ലീഡർമാരുടേതടക്കം, കുട്ടി ലീഡർമാരുടേതടക്കം വാടക വീട്ടിലേക്ക് മാറി അവരുടെയൊക്കെ സ്വത്തുക്കൾ കൊണ്ടുപോയി ഉള്ളതാണ് അവസ്ഥ. അപ്പോൾ 1 വർഷമായി ഇവർ വളരെ തന്ത്രപൂർവ്വം നിങ്ങളെ പറ്റിക്കുകയാണ്. ഇനിയും നിങ്ങളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഉള്ളതും പോവും, ഒരവസരവും ഇല്ലാതാവും എന്നാണ്. ഇനി ഒരു അവസരവും നിങ്ങൾക്ക് ഇല്ലാതാവും. ഈ നിങ്ങളുടെ പണം നിയമപരമായിട്ട് തിരിച്ചെടുക്കാനുള്ള എല്ലാ അവസരങ്ങളും അടയുന്നത് വരെ ഇവർ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ബൈ.